2025 നഗരസഭാ തെരഞ്ഞെടുപ്പിലെ 19ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി അശ്വതി ബാബു നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി ബാബു. ടീച്ചറായി വിവേകാനന്ദ പബ്ലിക് സ്കൂൾ പിറവത്ത് ജോലി ചെയ്തു വരുന്നു. ഈ വരുന്ന പിറവ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 19ാം ഡിവിഷൻ മുളക്കുളത്ത് നിന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും മനസ്സിൻ്റെ അംഗീകാരം എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷനിൽ നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത് പിറവം പുഞ്ചയ്ക്കും മുളക്കുളം പുഞ്ചയ്ക്കും ഇടയിലായി മുളക്കുളം വലിയ പള്ളി മുതൽ പടിഞ്ഞാറ് ഭാഗത്തും വളപ്പിപ്പടി മുതൽ കരിങ്കൽച്ചിറ വരെയുള്ള പ്രദേശത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുമായിട്ടാണ് നമ്മുടെ 19ാം ഡിവിഷൻ വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഡിവിഷനിലെ ഭൂരിഭാഗം ഭവനങ്ങളും കൃഷിയെ ഉപജീവനമാക്കി കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാടശേഖരങ്ങളെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ട പ്രോജക്റ്റുകളും പദ്ധതികളും ഫണ്ട് കണ്ടെത്തുന്നതിനും ഞാൻ മുന്നിട്ടിറങ്ങുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മുളക്കുളം വലിയ പള്ളിപ്പടിയുടെ അവിടെ നിന്ന് ആലപ്പാട്ട് ഭാഗത്തേക്കുള്ള റോഡുകൾ, പൊതുവഴികൾ മിക്കതും തന്നെ വളരെ മോശം അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യ പരിഗണന ആ വഴി ശരിയാക്കിയെടുക്കുന്നതിലായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിലെ ഓരോ മുക്കിലും മൂലയിലും വരുന്ന പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികളും പ്രോജക്റ്റുകളും കണ്ടെത്തുന്നതിന് ഞാൻ ഇറങ്ങുന്നതാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം ഓരോ അർഹതപ്പെട്ടവർക്ക് നേടിക്കൊടുക്കുന്നതിൽ ഞാൻ പരിശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കൊമ്പനാൽ താഴത്തേക്കുള്ള മുളക്കുളം പുഞ്ചയിലേക്കുള്ള ബണ്ടുകളെല്ലാം വളരെ മോശം അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ആ പാടശേഖരങ്ങൾ മിക്കതും തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കൃഷി ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുള്ള വെള്ളക്കെട്ടുകൾ കാരണം മിക്കതും തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണുള്ളത്. അതിനുള്ള പദ്ധതികളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിനുള്ള പദ്ധതികൾ ആദ്യം തന്നെ ആ ബണ്ട് ശരിയാക്കുകയാണ് വേണ്ടത്. അതിനുള്ള പദ്ധതികൾ കണ്ടെത്തുന്നതിന് ഞാൻ മുന്നിട്ടിറങ്ങുന്നതാണ്. അതുകൊണ്ട് എൻ്റെ നാടിൻ്റെ സമഗ്ര വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷനിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.